ഈ സിനിമയിൽ നമ്മൾ ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊരു ടീം അല്ലെങ്കിൽ പാരൽ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. സീരിയലിൽ ആക്ച്വലി അങ്ങനെ ഒരു ടീമും ഉണ്ടോ? സീരിയലിലോ? സീരിയലിൽ അങ്ങനെ ടീം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സീരിയലിൽ വർക്ക് ചെയ്തിട്ട് സിനിമ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രവർത്തന മേഖല. ഇപ്പോൾ അതുകൊണ്ട് സീരിയലിനെ കുറിച്ച് ഇപ്പോൾ വലിയ ധാരണയൊന്നുമില്ല. ഇല്ല. കണ്ട് ഒരു മാഫിയ ഇല്ല, അതാണ് സത്യം. അല്ല, മാഫിയ എന്ന് പറയുന്നത് എന്താ, ഇപ്പോ നമ്മളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു മാഫിയ എന്ന് പറയും, ഇത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും മനസ്സിനിണങ്ങുന്ന കുറച്ച് ആളുകൾ ഒരുമിക്കുന്നു, അവരൊരുമിച്ച് സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊരുമിച്ച് സീരിയൽ ചെയ്യുന്നു. എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന ബിസിനസിനെ വളർത്താൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. അത് ഞാനുമായിട്ട് മാനസികമായി ഒത്തുപോകുന്ന ആൾക്കാരെ ഒരുമിച്ച് ചേർക്കും. അപ്പോ നിങ്ങൾ പറയും മാഫിയ എന്ന് പറയും. ഇതാണ് സത്യം. അപ്പൊ അതിന് മട്ടാഞ്ചേരി മാഫിയാന്നോ, തിരുവനന്തപുരം മാഫിയാന്നോ, കൊച്ചി മാഫിയാന്നോ, ഇങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കും. അത് ചില കൂട്ടർക്ക് ചിലരെ ഇഷ്ടമല്ല, ചില കൂട്ടർക്ക് ചിലരെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അതൊരു വലിയ ഒരു എന്താ, പാവമൊന്നുമല്ല, ഒരു ബിസിനസ്സിൽ അത് സ്വാഭാവികമായ കാര്യമല്ലേ. ഇപ്പം എന്റെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടുന്ന കരുക്കൾ നീക്കുകയും അതിനനുസരിച്ച് ഞാൻ ആളെ കൂട്ടുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ ഒരു രീതി. അത് സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. വേറെ ഏത് ബിസിനസ് ആലോചിച്ച് നോക്കി, ഒരു കുറച്ചു പണം മുടക്കുന്നു, ഒരു വർഷത്തിനകം അതിന്റെ റിട്ടേൺസ് ലഭിക്കുന്നു, ആ ബിസിനസ് അവിടെ കഴിയും. ഇങ്ങനെ അതിന്റെ നെല്ലും പതിരും പെട്ടെന്ന് തന്നെ തിരിക്കാൻ പറ്റുന്ന ലോകത്തിലെ വേറെ ഏത് ബിസിനസ് ഉണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയാണ്. അതില് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നത് ഫെയിമാണ്, കീർത്തിയാണ്. അപ്പോ അത് ബിസിനസിന്റെ ഭാഗമായിട്ട് മാത്രം ബിസിനസിന്റെ ഭാഗമായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യകരമായ കാര്യം അതാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ, ഇവരെ സംബന്ധിച്ച് എന്ത് വേണം? വാർത്ത വേണം. അപ്പൊ വാർത്തകൾക്ക് എന്തെങ്കിലും കാര്യം വേണം. ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ തിരയും. അപ്പൊ കിട്ടുന്നൊരു കാരണം, ആ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തി കാണിക്കും. ഇത് പരസ്പരം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ദോഷം ചെയ്യുന്നുണ്ട്, സ്വാഭാവികം. ഞാനിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാഫിയയെ കുറിച്ചൊന്നും ഇല്ല, ഞാൻ അറിയില്ല. അങ്ങനെ മാഫിയ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതാണ്, ബിസിനസ് ടൈം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി മാഫിയ എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ മലയാള സിനിമയിൽ ഏറെ വിവാദം ഉണ്ടായ ഇപ്പോഴത്തെ പരാമർശമായിരുന്നു പുഴു സിനിമയുടെ സംവിധായിക നമ്മുടെ മെഗാസ്റ്റാറിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ആ പരാമർശം എനിക്ക് തോന്നുന്നു ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അതെന്താണ് ചെയ്യേണ്ട ഒരു കാഴ്ചപ്പാടിൽ എന്താണ്? സംവിധായിക പറഞ്ഞത് എനിക്ക് സംവിധായകയുടെ ഭർത്താവാണ് പറഞ്ഞത്. അത് ആ സിനിമയുടെ ഉള്ളടക്കത്തിലുള്ളൊരു പ്രശ്നത്തെ കുറിച്ചാണ് ചർച്ച വന്നിട്ടുള്ളത്. ഇപ്പോ ഓരോ സിനിമയുടെയും ഉള്ളടക്കങ്ങൾ ഓരോ തരത്തിലായിരിക്കും. അത് ചിലരെ വേദനിപ്പിക്കും, ചിലരെ സന്തോഷിപ്പിക്കും. പുഴു എന്ന് പറയുന്ന സിനിമയുടെ ഉള്ളടക്കം ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചിലരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് എന്റെ. എല്ലാ സിനിമയിലും ഇങ്ങനെ അംശങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് നേരിട്ട് ഇടപെട്ടു, മമ്മൂട്ടി കഥയിൽ മാറ്റം വരുന്ന അത്തരത്തിലായിരുന്നു പറഞ്ഞത്. അല്ല, ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണല്ലോ. ഇപ്പൊ നമുക്കറിയില്ലല്ലോ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞു, എന്താ ഉറപ്പ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ചിലപ്പോ അങ്ങനെ ചിന്തിച്ചു പോലും കാണില്ല അദ്ദേഹത്തിന്. അങ്ങനെ ചിലപ്പോ അങ്ങനെ ചിന്തിക്കണമെന്നുമില്ല. ഒരു സിനിമയുടെ കഥ കേൾക്കുന്നു, ഇത് കൊള്ളാൻ തോന്നുന്നു, ഇത് നമുക്ക് ചെയ്യാന്ന് പറയുന്നു. അവർ കൊണ്ടുവന്ന സ്ക്രിപ്റ്റില് അതത്ര ഗുണകരമല്ല, അത് കൊള്ളത്തില്ല എന്ന് തോന്നി കാണും. അപ്പോഴായിരിക്കും ഈ സ്ക്രിപ്റ്റ് കിട്ടിയത്, നമുക്കിത് ചെയ്യാം എന്നായ അവരോട് പറഞ്ഞു. അത് മമ്മൂട്ടിയുടെ നന്മയാണ്. അവരോട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അവർക്കൊരു ഒരു സംവിധായകക്ക് ഒരു അവസരം അദ്ദേഹം കൊടുത്തു, അത് ചെയ്തു. അപ്പൊ അതിന്റെ ഉള്ളടക്കത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ ചിലരെ വേദനിപ്പിക്കുകയും ചിലരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിന്റെ അലയലികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബ്രാഹ്മണരോട് എന്തോ വലിയ വിരോധമുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം, വലിയൊരു വിരോധം അവർ വെച്ചു പുലർത്തുന്നു. എന്റെ അനുഭവത്തിൽ ഈ ബ്രാഹ്മണർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ അനുഭവത്തിൽ അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നു ഈ ബ്രാഹ്മിൺസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും. അതാണ് ഏറ്റവും വലിയ രസം. അപ്പൊ അവര് ഉദാഹരണം തന്നെ. അതെ. അപ്പോ
അവരെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാകുന്നുണ്ട്. ആർക്കും എന്തും എഴുതുകയും അത് ചിത്രീകരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യാം. അതിന്റെ നന്മതിന്മകളെയൊക്കെ പ്രേക്ഷകൻ കണ്ട് വിലയിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ചിലപ്പം എന്താ ബോധപൂർവം ചെയ്തതാണെന്നോ ഒന്നും നമുക്ക് അവകാശപ്പെടാനൊന്നും പറ്റില്ലല്ലോ. ഒരു സിനിമ വരുന്നു, സിനിമയിലെ ഉള്ളടക്കം ആ സിനിമ ഞാൻ കണ്ടതാണ്. അതിൽ ഉള്ളടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞതുപോലുള്ള വിയോജിപ്പ് ചിലപ്പോൾ തോന്നണമെന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പൊ ഒരാളെ കുത്തുന്നു, അന്നേരത്തെ വികാരത്തിൽ കുത്തിപ്പോയി. അത് ബോധപൂർവ്വം കുത്തിയല്ല, അങ്ങ് കുത്തണമെന്ന് വിചാരിച്ചതുമല്ല, പക്ഷെ കുത്തിപ്പോയി. സ്വാഭാവികം, അത്രേ ഉള്ളൂ. അങ്ങനെ അതിനെ കണ്ടാൽ മതി. അങ്ങനെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു സിനിമ സംവിധാനം എന്ന രീതിയിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ ചിന്തിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഞാൻ സ്വാഭാവികമായിട്ടും അതായിരിക്കും എന്റെ സിനിമയിലൂടെ വരുന്നത്. അപ്പൊ ആ ചിന്തകൾ പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. പ്രേക്ഷകൻ ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കട്ടെ, കളയുന്നെങ്കിൽ കളയട്ടെ. കുറച്ചുപേര് ഏറ്റെടുക്കും, കുറച്ചുപേര് അത് തള്ളിക്കളയും. ഇത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്ത വിവാദത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഷെയ്ൻ നിഗം ഉണ്ണിമുകുന്ദൻ ഫാൻസിനെ കുറിച്ച് ആ വാക്യം പറയുന്നതിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. അതുപോലെ തന്നെ വിനായകൻ കൽപ്പാത്തി ക്ഷേത്രം അടച്ചതിന് ശേഷം പോയിരുന്നു. പിന്നീട് ചിന്തിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് അഖിൽ മാരാറ് അതിലേക്ക് വരുന്ന മത്സരാർത്ഥികളെ കുറിച്ച് ഇന്നത് ചെയ്തുകൊണ്ടാണ് സ്ത്രീകൾക്കൊക്കെ വരാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള നിറയെ വിവാദങ്ങളുണ്ട്. ഇവരെല്ലാ കാലത്തും ഈ വിവാദം കൊളുത്തു നിൽക്കുന്നത് ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു തോന്നലുണ്ട്. അല്ലെ, വിവാദം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. എല്ലാവരും ഒരു വിവാദ പരാമർശം നടത്തി, അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഇവൻ ആരാന്ന് ചോദിക്കും, നോക്കും, സ്വാഭാവികം. പിന്നെ ഇന്നത്തെ നമ്മുടെ പൊതു സാമൂഹിക അന്തരീക്ഷത്തിൽ പൊളിറ്റിക്സും മതവും ചേർന്നിട്ടുള്ള ഒരു കളി, ആ കളി തീക്കളിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്, അത് അവരുടെ വ്യക്തിപരമാണ്. രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഓരോരുത്തരുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ സാംസ്കാരികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾക്കനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതും അത് ആവിഷ്കരിക്കുന്നതും. അങ്ങനെയാണ്. അതിപ്പോ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ പറയുന്നത് തന്നെ മറ്റൊരാൾ പറയണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഇതിനകത്തുള്ളതാണ്. അത് അങ്ങനെ കാണണം, ആ രീതിയിൽ തന്നെ പോകണം. പിന്നെ ഈ മതവും രാഷ്ട്രീയവും ഒക്കെ സിനിമയിൽ കൂട്ടിക്കുഴയ്ക്കുന്നത്, അത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള അത് ആര് ചെയ്താലും അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആരും ആരെ കുറിച്ച് മോശം പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരിയല്ല. എല്ലാവർക്കും അവരവരുടേതായ മേന്മകളും ഉണ്ട്, മോശമായ വശങ്ങളും ഉണ്ട്. അതെല്ലാം മനുഷ്യരിലും ഉള്ളതാണ്. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾക്കും അതേപോലെ എല്ലാം തികഞ്ഞ എല്ലാവരെയും കാണാൻ നമുക്ക് അത് ദൈവങ്ങളിലെ കാണാൻ പറ്റൂ. കാരണം ദൈവങ്ങളിൽ പോലും അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ സങ്കല്പിക്കാം. ഞാൻ ദൈവനിഷേധം പറഞ്ഞു അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ എല്ലാവർക്കും കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാം തികഞ്ഞ ആളെ നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കൂ, അല്ലാതെ. ഇപ്പൊ സുനിതേട്ടന്റെ ഇനി എന്താണ് സ്വതന്ത്ര സംവിധായകനായി മാറുന്നത് വലിയ സിനിമയിൽ? അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോ സ്വന്തമായി ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു പരിശ്രമത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ സ്ക്രിപ്റ്റ് എഴുതുക? അതെ, അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോ. അത് ഉടനെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ പ്രതീക്ഷിക്കുന്നു, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഹീറോ അങ്ങനൊന്നും പറയാറായിട്ടില്ല. ഇപ്പൊ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹീറോയെ കണ്ടോണ്ടൊന്നും അല്ല കഥ എഴുതുന്നത്. അങ്ങനെയല്ല, ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്ക് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. സ്ക്രിപ്റ്റ് വരുന്നതിന് ശേഷം പിന്നെ ആ ക്യാരക്ടർ എന്താണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ആളെ നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത. പ്രത്യേകതയല്ല, അതിന്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് മാത്രമേ ഞാൻ സംവിധാനം ചെയ്യുള്ളൂ, അങ്ങനെ വാശിയൊന്നും എനിക്കില്ല. മറ്റൊരാൾ എഴുതുന്ന സ്ക്രിപ്റ്റും അതും നോക്കുന്നുണ്ട്. ആരെങ്കിലും നല്ല രീതിയിൽ എഴുതുന്ന ആൾക്കാരുടെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ
നോക്കുന്നു. ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ സിനിമയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഏതൊക്കെ ഓണായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നടന്ന സംഭവം സിനിമയാണ് ചെയ്ത് കഴിഞ്ഞത്. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, ലിജോ മോള്. ഉടനെ റിലീസ് ഉണ്ടാവും ഇപ്പോൾ? അതെ, ഈ മാസം മീൻസ് ജൂൺ മാസത്തിൽ റിലീസ് ഉണ്ടാവും. അത് പ്രതീക്ഷിക്കുന്നു. വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും സുനിതായിട്ട് ഇത്രയും സമയം തന്നതിന് വളരെ നന്ദി. ഞാനോടൊപ്പം തന്നെ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാകട്ടെ ആശംസിക്കുന്നു. സന്തോഷം.